ഹായ് ഫ്രണ്ട്സ്, അലീനയുടെയും മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രനോട് പിണങ്ങിയിട്ട് കൈദികൾ വീട്ടിലേക്ക് പോകുന്ന ബബിതയ്ക്കും രോഹിത്തിനൊക്കെ അവിടെ നല്ല പണി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ കമല. അവസാനം കമലയുടെ കൊടും ക്രൂരതകളൊക്കെ സഹിക്കാൻ പറ്റാതെ രോഹിത്തും ബബിതയും കൂടെ വീണ്ടും കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ്റെ കാല് പിടിച്ച് തന്നെ ക്ഷമ ചോദിക്കുന്നുമുണ്ട്. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛാ, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, ഞങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി വെച്ചാൽ ഞങ്ങളോട് പൊറുക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞ് കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. ആ ഒരു വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ശിവശങ്കറും കമലയും കൂടെ ചേർന്ന് രോഹിത്തിനെയും ബബിതിനെയൊക്കെ കൊല്ലപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. എന്നാൽ കമലയ്ക്ക് അവർ രണ്ടാളെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിനോട് ഒട്ടും തന്നെ തൃപ്തി ഉണ്ടായിരുന്നില്ല. കമലയുടെയും ശിവശങ്കറിൻ്റെയൊക്കെ സ്വഭാവം ഏകദേശം അവർക്കും അറിയാവുന്നതാണ്. എന്നാലും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ബാലചന്ദ്രനോടും മലീനയോടും ഒക്കെ പകരം വീട്ടാനായിട്ട് ഇവരെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. അധിക നാളൊന്നും ഇവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനാകില്ല എന്നൊക്കെയുള്ളത് ബാലചന്ദ്രനും അറിയാം. അതുകൊണ്ടാണ് ബാലചന്ദ്രൻ ഇവരോട് പോകുന്നെങ്കിൽ പൊയ്ക്കോളാനും പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ 3-4 ദിവസം വലിയ കുഴപ്പമില്ലാതെ തന്നെ കഴിഞ്ഞുപോയി. അതിനുശേഷം ബബിത ഓരോന്ന് കമലയോട് ആവശ്യപ്പെടുമ്പോഴേക്കും കമലയുടെ സ്വഭാവം മാറുകയാണ്. ഒരു ദിവസം രാവിലെ ബബിത എഴുന്നേറ്റ് വന്നിട്ട് കമലയോട് പറയുന്നുണ്ട്, ആൻറ്റി എനിക്കൊരു കോഫി വേണം. ആൻറ്റി ഞാൻ ഹാളിൽ കാണും, ആൻറ്റി കോഫി ഹോളിലോട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കമലയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കമല പറയുന്നുണ്ട്, ഓ നാശം പിടിച്ച് നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടായിരുന്നു, ഇതിപ്പം വല്ലാത്തൊരു തലവേദനയാണല്ലോ. ഇതിപ്പോൾ എനിക്ക് ആ പണി കിട്ടിയിരിക്കുന്നത്. ആ തള്ളേനെ നോക്കണം, ഈ പിള്ളേരെയും നോക്കണം, എല്ലാത്തിനും കാരണം ശിവേട്ടനാണല്ലോ. ശിവേട്ടനല്ലേ അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ തന്നെ നമ്മുടെ കമല പറയുകയാണ്. എനിക്ക് വയ്യ ഇനി ഈ വീട്ടിലെ പണിയെടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ടക്കലിപ്പിൽ തന്നെ നമ്മുടെ കമല കിച്ചണിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് പിറവറുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ശിവശങ്കർ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എടി കമലേ എനിക്കൊരു ചായ ഇങ്ങെടുത്തേന്ന്. അപ്പോൾ രാജീവ് അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അത് കണ്ടുകൊണ്ട് തന്നെ ശിവൻ പറയുന്നുണ്ട്, ആ കമലേ ഇത് രാജീവ് എഴുന്നേറ്റ് വന്നു, അവനും കൂടെ ഒരു ചായ ഇങ്ങെടുത്തോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കമലയ്ക്ക് ദേഷ്യം വന്നിട്ട് കമല പറയുന്നുണ്ട്, ദേ ശിവേട്ടാ, ഞാനിവിടുത്തെ വേലക്കാരി ഒന്നുമല്ല, അത് ഞാൻ പറഞ്ഞേക്കാന്ന് തന്നെ പറയുകയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കമല 3 പേർക്കുള്ള കോഫിയും ചായയൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. അവർ കോഫി കുടിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും തന്നെ ശിവേട്ടൻ ഒന്നെങ്കിൽ വന്നതെന്നും പറഞ്ഞിട്ട് കമല ശിവനെ അടുക്കളയിലോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് സ്വകാര്യം പറയും പോലെ തന്നെ പറയുന്നുണ്ട്, ശിവേട്ടാ നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ? എത്രയും പെട്ടെന്ന് തന്നെ ബബിതയെ രോഹിത്തിനെയൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോണം. എനിക്കൊന്നും വയ്യ ഇത് നിങ്ങൾക്ക് 3 നേരം വെച്ച് വിളമ്പി ഇവരെ നോക്കാൻ. നിങ്ങളുടെ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടില്ലേ, നിങ്ങളുടെ അമ്മേനെ നോക്കണം, അതിൻ്റെ കൂടെ ഇപ്പോൾ ഇവരും കൂടെ. എനിക്ക് പറ്റില്ല, ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം എന്നൊക്കെ തന്നെ കമല ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ പറയുന്നത്? അതെങ്ങനെ ശരിയാകും? ഞാനല്ലേ അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. വൈജി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളല്ലാതെ പിന്നെ ആര് നോക്കാനാ? എന്തായാലും വൈജി ഒന്ന് സുഖം പ്രാപിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതുവരെ അവരെ ഇവിടുന്ന് എങ്ങോട്ടേക്കും പറഞ്ഞു വിടാൻ പറ്റില്ല. അപ്പോഴേക്കും കമല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ എന്തൊരു കഷ്ടം എൻ്റെ ദൈവമേ, ഏത് സമയത്താണോ അവൾ ആ കാർ ഡിവൈഡറിൽ കൊണ്ടുപോയി കയറ്റിയത്, ഇതിപ്പം മുഴുവൻ പണിയും കിട്ടിയിരിക്കുന്നത് എനിക്കാണല്ലോ എന്നൊക്കെ തന്നെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, അത് മാത്രമല്ല ഞാൻ ഇന്നലെ ആ നെറികെട്ടവനെ വെല്ലുവിളിച്ചിട്ട് വന്നത് നീ കേട്ടതല്ലേ. വൈജയും ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല, വൈജി ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ നിൽക്കട്ടെ, കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇനി അങ്ങോട്ടേക്ക് അവൾ പോകുന്നുള്ളൂ. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നാലും അവൾ ഇനി കുറച്ച് നാൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ നമ്മുടെ ശിവൻ പറയുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോഴേക്കും കമലയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കമല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്കിൽ നടന്നത് തന്നെ, ഈ നാശം പിടിച്ചതുങ്ങളൊക്കെ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നൊക്കെയുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ ശിവൻ അതും പറഞ്ഞിട്ട് വീണ്ടും ഹോളിൽ പോയിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബബിത ശിവനോടും രാജീവനോടും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ വന്ന അമ്മയെ കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ, കുറച്ച് നേരം അമ്മയുടെ അടുത്ത് എനിക്ക് നിൽക്കാമല്ലോ എന്നൊക്കെ തന്നെ ഇങ്ങനെ നമ്മുടെ ബബിത പറയുമ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ മോള് പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നേ, ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ എന്നെ കൊണ്ട് തന്നെ പറ്റില്ലെന്നുള്ളത് മോക്ക് അറിഞ്ഞൂടെ. ഇത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. അപ്പോഴേക്കും ശിവശങ്കറും രാജീവനും കൂടെ മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് കമലയോട് ശിവശങ്കർ പറയുന്നുണ്ട്, നീ എന്താടി പറയുന്നത്? അവൾക്ക് ഈ ജോലികളൊന്നും ചെയ്ത് ശീലമില്ലാത്തതല്ലേ, പിന്നെ അവൾ എന്ത് ചെയ്യാനെന്ന് തന്നെ ചോദിക്കാട്ടോ ശിവശങ്കർ. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, അല്ലേ ശിവേട്ടാ, ഇവളൊരു പെൺകുട്ടിയല്ലേ, ഇതൊക്കെ ഇപ്പോഴല്ലേ പഠിക്കേണ്ടത്, ആൻറ്റി മോളെ എല്ലാം പഠിപ്പിക്കാം, ഇത്രയും പ്രായമായ പെൺപിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കണ്ടേ, നാളെ വേറൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ള പെണ്ണല്ലേ ഇവള്, അതുകൊണ്ട് അത്യാവശ്യം അടുക്കള പണിയും വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലതാ മോളെ, മോള് വിഷമിക്കണ്ട, മോക്ക് ആൻറ്റി എല്ലാം പറഞ്ഞു തരാന്നൊക്കെ തന്നെ പറയുകയാണ്. ഇത് കേൾക്കുമ്പം ബബിതയ്ക്ക് മനസ്സിൽ തോന്നുക, ഓ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്ന്. അവിടെ ആയിരുന്നെങ്കിൽ അലിന തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടേനെ, എല്ലാം സമയത്തിന് കിട്ടുകയും ചെയ്തേനെ, ഒന്നും അറിയണ്ടായിരുന്നു, കിച്ചണിലെ പണിയും അലക്കലും അടിച്ചുവാരലും എല്ലാം അവൾ തന്നെയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ, എടുത്തു ചാടി ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തു, ഇനി എങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ബബിത.
അപ്പോഴേക്കും ശിവൻ കമലയോട് ചോദിക്കുന്നുണ്ട്, എന്താടി കമല നീ ഇങ്ങനെ? ആ കുട്ടി ഒന്നാമത് മനസ്സ് വിഷമിച്ചിരിക്കുകയല്ലേ, വീട്ടുജോലിയൊന്നും ചെയ്യാൻ അവൾക്ക് അറിയില്ല, നീ അതുകൊണ്ട് അത് വിട്ടുകളാം, അവൾ ഇവിടെ സമാധാനമായിട്ടിരിക്കട്ടെ എന്നൊക്കെ തന്നെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് വിഷമമായിട്ട് ബബിത റൂമിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ബബിത അങ്ങനെ വിഷമിച്ച് കയറി പോകുന്ന കാണുമ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും വിഷമമാകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ കമലയോട് പറയുന്നുണ്ട്, എന്താടി കമലെ നീ അവളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനൊക്കെ പറയുന്നത്? അവൾക്ക് നീ പറഞ്ഞത് നല്ല വിഷമമായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെപ്പോലെ തന്നെ എല്ലടി അവരും. നമ്മുടെ മോളെ കൊണ്ട് നീ ഈ വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം. അയ്യോ അങ്ങനെയല്ല ശിവേട്ടാ ഞാൻ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ കമല പറയുമ്പോഴേക്കും, പിന്നെ നീ എന്താടി ഉദ്ദേശിച്ചേ എന്നിങ്ങനെ ചോദിക്കുക. ഞാനത് വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല. ഈ വീട്ടിലെ എല്ലാ പണിയും ഇപ്പം ഞാൻ തന്നെയല്ലേ ശിവേട്ടാ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പോലെ അല്ലല്ലോ, ആളെണ്ണം കൂടിയില്ലേ. അപ്പം അതിനനുസരിച്ച് 3 നേരം ആഹാരം ഉണ്ടാക്കണ്ടേ, പിന്നെ ചായയും കടിയും എല്ലാം ഉണ്ടാക്കണം. തന്നെയല്ല ഈ അടിച്ചു വാരല്, വൃത്തിയാക്കല്, പാത്രം കഴുകല് എല്ലാം ഞാൻ തന്നെയല്ലേ ശിവേട്ട ചെയ്യുന്നത്. അവരും കൂടെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ എൻ്റെ പണികളും കുറച്ച് എളുപ്പമാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചതാ. ഇനിയിപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് കമല അകത്തോട്ട് കയറി പോകുന്നുണ്ട്. കമല ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് രാജീവിന് നല്ല വിഷമമാകുന്നുണ്ട് കേട്ടോ. രാജീവ് ശിവനോട് പറയുന്നുണ്ട്, ശിവേട്ടാ കമലേട്ടത്തി ഇങ്ങനെ ആ കുട്ടികളോട് പെരുമാറിയ അവർ പിന്നെയും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നാണല്ലോ തോന്നുന്നത്. അവർ പിന്നെയും തോറ്റ് മുട്ടുമടക്കി അങ്ങോട്ടേക്ക് ചെന്ന് മാപ്പ് പറഞ്ഞ് കയറേണ്ടി വരും. അവർ വീണ്ടും അയാളോട് ക്ഷമ പറഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ കയറി താമസിക്കേണ്ടി വരില്ലെന്ന് എന്നെ ചോദിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയാലും അവിടെ നാണം കിടാൻ പോകുന്നത് ശിവേട്ടനൊക്കെ തന്നെയാണ്. കാരണം ശിവേട്ടനും കമലേട്ടത്തെയും കൂടെ ആണല്ലോ അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. ഏട്ടത്തിയുടെ സ്വഭാവം ഏകദേശം അവർക്കൊക്കെ അറിയാമല്ലോ. പിന്നെയും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ആ കുട്ടികൾ വിളിച്ച പാടെ ഇറങ്ങി വന്നതും. എന്നിട്ട് അവർക്ക് ഇവിടെയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അങ്ങോട്ടേക്കല്ലേ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രാജീവൻ പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ രാജീവ, അവളുടെ സ്വഭാവം അങ്ങനെയാ, അവളോട് എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നിങ്ങനെ പറയുക. ആകെ മൊത്തത്തിൽ കമലയുടെ സ്വഭാവം കാരണം അവിടെ പെട്ടിരിക്കുന്നത് ശിവൻ തന്നെയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വീടും ഹോസ്പിറ്റലുമായിട്ടൊക്കെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെ കൈതിക്കൽ വീട്ടിൽ കമലയുടെ പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. കമല നൈസായിട്ട് തന്നെ ബബിതയെ കൊണ്ട് അവരുടെ ജോലിയൊക്കെ ചെയ്യിക്കാൻ തുടങ്ങുകയാണ്. അടിച്ചുവാരലും പാത്രം കഴുകലും തുടക്കലും ഒക്കെ ആയിട്ട് ബബിതയ്ക്ക് നല്ല പണിയൊക്കെ തന്നെ കൊടുക്കുകയാട്ടോ കമല. അതുപോലെ തന്നെ രോഹത്തിനോടും ചില മുള്ളു വെച്ച വർത്താനങ്ങളൊക്കെയാണ് നമ്മുടെ കമല പറയുന്നത്. പല സമയത്തും അത് അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും തൽക്കാലം ഇവിടെ പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ എന്നൊരു ഓർമ്മയിൽ തന്നെ അവരതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെയുള്ള മട്ടിൽ ക്ഷമിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ കമലയുടെ സ്വഭാവത്തിലെ ഈ മാറ്റം അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ ബബിതയ്ക്കും രോഹത്തിനും കഴിയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കമല അടുക്കളയിൽ കയറുന്നില്ല കേട്ടോ. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് താഴെ വന്ന് ചായക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് കമല അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഇന്ന് ഒട്ടും സുഖമില്ല, ഭയങ്കര തലവേദന, ഭയങ്കര ക്ഷീണം, പനിക്കാനുള്ള കോളാന്ന് തോന്നുന്നു, ആൻറ്റി ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് കമല അകത്തോട്ട് കയറി പോവുകയാണ്. ആ സമയത്ത് രോഹിത് ബബിതയോട് പറയുന്നുണ്ട്, എടി നിനക്ക് ചായ ഇടാൻ അറിയാമല്ലോ, നീ പോയി ചായ ഇട്, എല്ലാവർക്കും ഉള്ള ചായ ഇടണം എന്നിങ്ങനെ നമ്മുടെ രോഹിത് പറയുമ്പോഴേക്കും ബബിതയ്ക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ അവസാനം വേറെ വഴിയില്ലാതെ വരുമ്പോഴേക്കും ബബിത കിച്ചണിൽ കയറിയിട്ട് ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് താഴെ വന്ന ശിവേട്ടനോടും രാജുവിനോടും ഒക്കെ ആയിട്ട് ബബിത പറയുന്നുണ്ട്, അമ്മായിക്ക് സുഖമില്ല, അമ്മായി കിടക്കുകയാണ്, നല്ല തലവേദനയും തലയൂറ്റിലും ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല, നമുക്ക് ഇന്നൊരു ദിവസം പുറത്തുനിന്ന് ഫുഡ് ആക്കിയാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവർ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാവരും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെയും പുറത്തുനിന്ന് തന്നെ മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് കമലയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. ബബിതയും രോഹിത്തും ഇവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകണമെന്ന് കരുതിയിട്ടാണല്ലോ നമ്മുടെ കമല ഇങ്ങനെയൊക്കെ ചെയ്തത്. അവരതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ. ഇനിയും ഇവരെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് തന്നെ ആലോചിക്കുകയാണ് കേട്ടോ കമല. എന്നിട്ട് ഉച്ചയ്ക്ക് ബബിതയൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് കമല പറയുന്നുണ്ട്, പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നതൊന്നും അത്ര നല്ല പരിപാടി അല്ല മോളെ. എന്നും ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചാൽ അത് ശരിയാവുമോ മോളെ? നാളെ ഇപ്പം മോളുടെ വീട്ടിൽ പോയാലും ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയല്ലേ? അപ്പോൾ ആരുടെ സഹായമില്ലാതെ ഇഷ്ടമുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കി കഴിക്കത്തില്ലേ എന്നൊക്കെ തന്നെ ചോദിക്കാം. അപ്പോൾ ആൻറ്റി എനിക്ക് അതിന് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കാനാ? പിന്നെ ആ വീട്ടിൽ സെർവൻ്റ് ഉണ്ടല്ലോ, അവളുള്ളത് കൊണ്ട് അവളല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ വക ജോലികളൊന്നും ചെയ്ത് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചെയ്യാൻ കൂട്ടാക്കാറില്ല എന്നൊക്കെ തന്നെ പറയാട്ടോ ബബിത. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, അത് പിന്നെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം മോളെ. ഇനി ഫുഡ് പുറത്തുനിന്നൊന്നും മേടിക്കണ്ട. ഇത്രയും പേർക്കുള്ള ഫുഡ് പുറത്തുനിന്ന് മേടിക്കുമ്പം എന്തോരം കാശ് ചിലവാകും? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, ഞാൻ മോൾക്ക് പറഞ്ഞു തരാം, മോൾ അതനുസരിച്ച് വെച്ചാൽ മതി എന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പോഴേക്കും ബബിത വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ശരി എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാനൊക്കെ തന്നെ പറയുന്നുണ്ട്. രാത്രി ആകാറാകുമ്പോഴേക്കും തന്നെ ബബിതയെ വിളിച്ചിട്ട് കമല പറയുന്നുണ്ട്, മോളെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, നീ അതൊന്നും എടുത്ത് വൃത്തിയാക്കിക്കേ, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ കറിയും വെക്കാമെന്ന് തന്നെ പറയുകയാണ്. ബബിത വലിയ ആവശ്യത്തോടു കൂടിയൊക്കെ തന്നെ ചിക്കനൊക്കെ എടുത്ത് കഴുകുകയൊക്കെ ചെയ്തു. എന്നിട്ട് ബബിതയെ കൊണ്ട് തന്നെ കമല അത് കറി വെപ്പിക്കുകയാണ് കേട്ടോ.
എല്ലാം അരിഞ്ഞും പിറക്കിയും ബബിത തന്നെ അവസാനം കറി വയ്ക്കുകയാണ്. അതിനുശേഷം ബബിതയെ കൊണ്ട് തന്നെ ചപ്പാത്തിക്കുള്ള മാവും കുഴപ്പിച്ച് ചപ്പാത്തി പരത്തി ചുട്ടെടുപ്പിക്കുകയാണ് കേട്ടോ കമല. എല്ലാവർക്കും ഉള്ള ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ബബിത ആകെ ക്ഷീണിച്ചു പോയി. ഇതിലും ഭേദം കടപ്പാട്ടൂർ വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് ആ സമയത്ത് അവൾ ഓർത്ത് പോവുകയാണ്. ഞാൻ മടുത്തു ആൻറ്റി, ഇനിയിപ്പോൾ ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ എന്നൊക്കെ തന്നെ ബബിത പറയുമ്പോഴേക്കും അയ്യോ അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. ഈ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ പിന്നെ ആരാ മോളെ കഴുകുന്നത്? ആൻറ്റിക്കാണെങ്കിൽ തീരെ സുഖമില്ല. ഈ പാത്രങ്ങളും കൂടെ മോൾ കഴുകി വെച്ചിട്ട് പൊക്കോ എന്ന് പറയുകയാണ്. അവസാനം നിവർത്തിയില്ലാതെ തന്നെ ബബിത ആ പാത്രങ്ങളെല്ലാം കഴുകുന്നുണ്ട്. കഴുകിയതിന് ശേഷം ഈ ഫുഡെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ബബിത ആ സോഫയിൽ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ബബിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ആകെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കമല അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇത്രയേ ഉള്ളു കാര്യം. ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എന്ത് എളുപ്പമെന്ന് ഇപ്പം മനസ്സിലായില്ലേ മോളെ. ഇനി നമുക്ക് നാളെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് നമുക്ക് മീൻ മേടിച്ചിട്ട് ചോറും മീൻകറിയും വെക്കാം എന്നൊക്കെ തന്നെ പറയുക. അത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ആകെ ടെൻഷനാണ് കേട്ടോ. ഈ തള്ള എന്നെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കാനിരിക്കുകയാണല്ലോ എന്നൊക്കെ തന്നെ ബബിത മനസ്സിൽ ആലോചിക്കുകയാണ്. ബബിത എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി അതിനെനിക്ക് മീനൊന്നും കട്ട് ചെയ്യാനൊന്നും അറിയില്ല, പിന്നെ അതൊന്നും ഞാൻ വെച്ചാൽ ശരിയാവില്ല, ആൻറ്റി തന്നെ അതൊക്കെ വെച്ചാൽ മതി എന്നൊക്കെ തന്നെ പറയുക. അപ്പോൾ കമല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു തുടക്കം മാത്രമാടി, നിന്നെയൊക്കെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെയുള്ളത് ഞാനൊന്ന് നോക്കട്ടെ, നിന്നെ കൊണ്ട് ഞാൻ ഇവിടെയുള്ള സകല പണിയും എടുപ്പിക്കൂടി എന്നൊക്കെ തന്നെ കമല മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയും ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കഴിയുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ബബിത ദേഷ്യപ്പെട്ട് വന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, ഇതിലും ഭേദം വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഇവിടുത്തെ എല്ലാ പണിയും എന്നെ കൊണ്ടാണല്ലോ ചെയ്യിക്കുന്നത്. അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലും ഫുഡ് ഉണ്ടാക്കലും എല്ലാം ഇപ്പം എൻ്റെ തലയിലാണ്. എനിക്കും വയ്യ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാൻ. ഇതുവരെ ഞാൻ ചെയ്യാത്ത പണികളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതൊക്കെ തന്നെ ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ പറയുകയാണ്. എന്ത് പണി ചെയ്യാനുണ്ടെങ്കിലും ബബിതമോളേന്നും പറഞ്ഞ് ആ തള്ള എൻ്റെ പിന്നാലെ നടക്കുക. റോഹിയേട്ടാ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. അച്ഛനോട് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും ആ വീട്ടിൽ കയറാം. അവിടെ ആകുമ്പം എല്ലാം ചെയ്യാൻ അലീന ഉണ്ടല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ ബബിത പറയുമ്പോഴേക്കും രോഹി പറയുന്നുണ്ട്, നീ എന്താടി ഈ പറയുന്നത്? അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞല്ലേ കെട്ടിക്കിടക്കുകയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി എങ്ങനെയാ നാണം കെട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്? അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെന്നും പറഞ്ഞാൽ ആ വീട് വിട്ട് ഇറങ്ങി വന്നതല്ലേ, പിന്നെ അങ്ങോട്ടേക്ക് നാണം കെട്ട് ചെന്ന് കയറാൻ എനിക്ക് ആവില്ല എന്നൊക്കെ തന്നെ രോഹിത് പറയുക. അപ്പോൾ ബബിത ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എങ്കിൽ രോഹിയേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ല്, രോഹിയേട്ടൻ ചെന്ന് ആ പണികളൊക്കെ ചെയ്യും, എനിക്കിനി വയ്യ, ഞാൻ ഇനി ഒരു ജോലിയും ചെയ്യില്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് നമ്മുടെ രോഹിത്തിൻ്റെ മുറിയിലിരിക്കുകയാണ് ബബിത. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ നാളെ രാവിലെ തന്നെ തിരിച്ച് വീട്ടിൽ പോവുക. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, എടി അങ്ങനെ അങ്ങ് പോയാൽ നമ്മൾ അച്ഛൻ്റെ അവളുടെ മുമ്പിൽ നാണം കെട്ട് പോവുകയല്ലേ, നമ്മളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ ഇവർക്കും അതൊരു നാണക്കേടാവില്ല എന്നൊക്കെ തന്നെ ചോദിക്കാം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് നാണം കെട്ടുവാണെങ്കിൽ നാണം കെട്ടോട്ടെ, എനിക്ക് വയ്യ ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ. ഇവിടെ അവരെന്തൊക്കെയാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നറിയാവോ? ഇന്ന് വരെ ഞാൻ ചിക്കൻ കറിയും ഫിഷ് കറിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരെന്നെ കൊണ്ട് തന്നെ അതൊക്കെ വൃത്തിയാക്കുകയും കറി വെപ്പിക്കുകയും ഒക്കെ ചെയ്തു. പോരാത്തതിന് പാത്രം കഴുകുന്നതും കിച്ചൺ വൃത്തിയാക്കി ഇടുന്നതും എല്ലാം എൻ്റെ തലയിലാണ്. അവർക്ക് ഒരു കുഴപ്പമില്ല, എന്നിട്ടും അവരെല്ലാം എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അപ്പോഴേക്കും രോഹി പറയുന്നുണ്ട്, എടി അത് അവർക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ, ആൻറ്റിക്ക് സുഖമാകുമ്പോൾ ആൻറ്റി തന്നെ എല്ലാം ചെയ്തോളൂ എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും, അങ്ങനെയല്ല രോഹിയേട്ടാ, രോഹിയേട്ടൻ ആൻറ്റിയെ മനസ്സിലാകാഞ്ഞിട്ടാ, ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല, ആൻറ്റി എന്നെ കൊണ്ട് എല്ലാം മനഃപൂർവ്വം ചെയ്യിക്കുന്നതാ. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ ഒരു ദിവസം കൂടി ഞാൻ നോക്കും, ഇത് തന്നെയാണ് നാളത്തെ അവസ്ഥയെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീട്ടിലോട്ട് തിരിച്ചു പോകും എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ബബിത ദേഷ്യപ്പെട്ട് ഇറങ്ങി റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കമല ബബിതയുടെ റൂമിൽ വന്ന് മുട്ടുകയാണ്. ബബിത മോളെ ബബിതേ വാതിൽ തുറക്ക് എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ബബിത എഴുന്നേറ്റ് വന്ന് വാതിലൊക്കെ തുറന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി ഈ സമയത്ത്? നന്നായിട്ടൊന്ന് ഉറങ്ങുകയായിരുന്നു, നേരം വെളുത്തില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പം ആൻറ്റി എന്നെ വിളിച്ചെന്നൊക്കെ തന്നെ ചോദിക്കുക കേട്ടോ. അയ്യോ മോളെ നേരം വെളുത്തു, ഇപ്പം 6 മണിയായി മോളെ സമയം എന്നിങ്ങനെ പറയുമ്പോഴേക്കും 6 മണിയല്ലേ ആൻറ്റി ആയിട്ടുള്ളൂ, ഞാൻ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ, ഒരു 8-8:30 ആകുമ്പോഴേക്കും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ തന്നെ ബബിത പറയുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, മോളെ അതൊക്കെ അങ്ങ് കടപ്പാട്ടൂർ വീട്ടില്, ഇവിടെ നിൽക്കുമ്പം അതൊന്നും നടക്കില്ല മോളെ, ഇവിടെ നേരത്തെ എഴുന്നേക്കണം, മോൾ എഴുന്നേറ്റ് വാ, ഇവിടെ കുറേ പണികൾ ചെയ്യാനുണ്ടെന്നൊക്കെ തന്നെ പറയുക. മുറ്റം അടിച്ചു മാറണം, വീട് അടിച്ചു മാറണം, പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും വീട് അടിച്ചു മാറാനും മുറ്റം അടിച്ചു മാറാനൊന്നും എനിക്കറിയില്ല എന്ന് തന്നെ പറയുക. അയ്യോ അറിയത്തില്ലെന്ന് മോള് പറഞ്ഞ് വിഷമിക്കണ്ട മോളെ എല്ലാം ആൻറ്റി പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലോ, മോള് വേഗം ബ്രഷ് ചെയ്തിട്ട് ഇറങ്ങി വരാൻ നോക്കുന്നൊക്കെ തന്നെ പറയുക കേട്ടോ കമല. അപ്പോഴേക്കും ദേഷ്യത്തോടെ തന്നെ നമ്മുടെ ബബിത കട്ടിലേക്ക് പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബബിത താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ചൂലുമായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കമല. എന്നിട്ട് ബബിത ഇറങ്ങി വന്ന പാടെ തന്നെ ചൂല് കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ പോയി പെട്ടെന്ന് മുറ്റം അടിച്ച് വാരിയിട്ട് വാ, എന്നിട്ട് വേണം വീടിനകം ഒന്ന് അടിച്ച് വാരാന്നൊക്കെ തന്നെ പറയുക. ആ സമയത്ത് രോഹിത്തും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. രോഹിത്തിനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്.
അങ്ങനെ രോഹിത്തും എഴുന്നേറ്റു എന്നുള്ളത് മനസ്സിലാക്കുന്ന കമല ഇവനും ഒരു പണി കൊടുക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ മോനെ മോൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? ആൻറ്റി ദേ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മോൻ പോയി ചായ എടുത്ത് കുടിച്ചിട്ടേ ആ ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കേ. 2-3 ദിവസമായിട്ട് ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. നല്ല വെയിലല്ലേ, ചെടിയൊക്കെ വാടിപ്പോകുമെന്ന് തന്നെ പറയുക. അപ്പോഴേക്കും രോഹിത്തിനും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ രോഹിത്തിനും കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ. ആൻറ്റി ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് മനഃപൂർവ്വം ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ്. ബബിതയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിത രോഹിത്തിനെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. ബബിത എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞപ്പം രോഹിയേട്ടൻ അതൊന്നും വിശ്വാസമായില്ലല്ലോ. നമ്മളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാ ആൻറ്റി ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതിലും ഭേദം വീട്ടിൽ നിൽക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. അവിടെ ആകുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു. 3 നേരവും നല്ല ഫുഡും കിട്ടിയേനെ. അവിടെ അവളെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നല്ലോ. അവളെ കൊണ്ട് നമുക്ക് വേറെ ശല്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ തന്നെ പറയുക. ഇവിടെ എന്നാ അങ്ങനെയാണോ? നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് ഈ വീട്ടിലെ ജോലി മൊത്തം നമ്മളെ കൊണ്ട് ചെയ്യിക്കാനാ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലെ വേലക്കാരായപ്പോ നമ്മളെന്നൊക്കെ തന്നെ പറയുക കേട്ടോ ബബിത. നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കേണ്ട രോഹിയേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാന്നൊക്കെ ബബിത പറയുമ്പോഴേക്കും, അങ്ങനെ എടുത്തു ചാടി പോകാൻ പറ്റുമോടി? നോക്കട്ടെ, എന്തായാലും കുറച്ചു നേരം കൊണ്ട് നമുക്ക് നോക്കാം, എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്നൊക്കെ രോഹി പറയുന്നുണ്ട്. അങ്ങനെ ബബിത മുറ്റമടിച്ച് ക്ഷീണിച്ച് തന്നെ അവിടോട്ട് കയറി വരികയാണ്. അവരകത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ കമല 2 പേർക്കുള്ള ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബബിതയോടായിട്ട് കമല പറയുന്നുണ്ട്, മോള് ചായ കുടിച്ചിട്ട് വേഗം കിച്ചണിലോട്ട് വരണം കേട്ടോ, അവിടെ കുറച്ച് പണികൾ കൂടി ചെയ്യാനുണ്ടെന്നൊക്കെ തന്നെ പറയുക. അത് കേൾക്കുമ്പോഴേക്കും ബബിതയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ആൻറ്റി എന്തോ ആൻറ്റി ഇതൊക്കെ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാജീവനും ശിവശങ്കറും ഹരിയും ഒക്കെ കൂടിയിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അവരും ഇത് കേട്ടപ്പോൾ ആകെ അപ്സെറ്റായിട്ട് നിൽക്കുകയാണ്. വൈജി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിലാണെന്നുള്ളൊരു പരിഗണന പോലും കമല ഈ കുട്ടികളോട് കാണിക്കുന്നില്ലെന്നൊക്കെ ഓർക്കുമ്പം അവർക്ക് ശരിക്കും സങ്കടമൊക്കെ ആവുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വഴക്കിൽ അവസാനിക്കുന്ന ഓർത്തിട്ട് തന്നെയാണ് കേട്ടോ ശിവനും മിണ്ടാതിരിക്കുന്നത്. എന്നിട്ട് ശിവനും രാജീവനും കൂടെ ഭവതിയുടെ രോഹിത്തിനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, മോളെ അവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, അമ്മ എന്തായാലും ഒന്ന് വീട്ടിലോട്ട് വരട്ടെ, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ ഇവർക്കെങ്കിലും ഒരു അലിവുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് അവർ ക്ഷമിക്കാനൊക്കെ തയ്യാറാവുകയാണ് കേട്ടോ. അങ്ങനെ ബബിത രോഹിത്തും ചായക്ക് കുടിച്ചിട്ടിരിക്കുന്ന സമയത്ത് കമല ഒരു കെട്ട് തുണിയുമായിട്ടും വരികയാണ് കേട്ടോ അങ്ങോട്ടേക്ക്. എന്നിട്ട് ബബിതയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ ബബിതേ, ഇതൊക്കെ കല്ലിൽ വാഷ് ചെയ്യാനുള്ള തുണികളാണ്. ആൻറ്റിക്കാണെങ്കിൽ നല്ല തോളുവേദനയുണ്ട്, കല്ലിൽ വാഷ് ചെയ്യാൻ പറ്റില്ല. മെഷീനിലിടാവുന്ന തുണികളൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇത് കല്ലിൽ അലക്കാലും ശരിയാകുള്ളൂ മോളെ. ഇതേ പരിമശത്ത് കല്ലും സോപ്പും ഒക്കെ വെച്ചിട്ടുണ്ട്, മോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടേരെ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ആൻറ്റി എനിക്ക് അങ്ങനെ വാഷ് ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ ഇതുവരെ കല്ലിൽ തുണിയൊന്നും വാഷ് ചെയ്തിട്ടില്ല, മെഷീനിലിടാറേ ഉള്ളൂ. പിന്നെ എല്ലാ പണികളും അവിടെ അലീനയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെ തന്നെ പറയുക. അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും മോളെ, ഇതൊക്കെ പിന്നെ വാഷ് ചെയ്യണ്ടേ? എല്ലായിടത്തും ഓടിയെത്താൻ എന്നെ കൊണ്ടാവില്ല മോളെ, ആൻറ്റിക്കാണെങ്കിൽ തീരെ സുഖമില്ല. പിന്നെ നിന്നെ തന്നെയെല്ലാം ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ആൻറ്റി എല്ലാം പറഞ്ഞു തരുന്നത്. മോള് ചെന്ന് ഇതൊക്കെ വാഷ് ചെയ്തിട്ടിട്ട് വാ എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും രോഹിത്തിനും ബബിക്കും നല്ല ദേഷ്യം വന്നിട്ട് ബബിത പറയുന്നുണ്ട്, ആൻറ്റി എനിക്കിത് വാഷ് ചെയ്യാൻ പറ്റില്ല, ഞാനിത് വാഷ് ചെയ്യില്ല എന്നൊക്കെ തന്നെ പറയുക. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, ഇതേ കൈതിക്കൽ വീടാ, അല്ലാതെ കടപ്പാട്ടൂർ വീടല്ല. ഇവിടെ ഞാൻ പറഞ്ഞത് അനുസരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവർക്കൊക്കെ വീട്ടിലോട്ട് പോകാം എന്നിങ്ങനെ കമല ഒരർത്ഥം വെച്ച് തന്നെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ബബിക്ക് രോഹിതനൊക്കെ ഒരുപാട് വിഷമമാകുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് രോഹിത് പറയുന്നുണ്ട്, ആൻറ്റി എന്ത് വർത്താനമായി പറയുന്നത്? അങ്കിളും ആൻറ്റിയും കൂട്ടിയിട്ടല്ലേ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്, എന്നിട്ട് ഞങ്ങളെക്കൊണ്ട് തന്നെ ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യിക്കുകയാണോ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ബബിതയെ കൊണ്ട് ആൻറ്റി ഒരുപാട് പണി ചെയ്യിപ്പിക്കുന്നുണ്ട്, അവക്കാണെങ്കിൽ ഈ പണിയൊന്നും ചെയ്ത് ശീലവും ഇല്ല, എന്നിട്ടും ആൻറ്റി എന്തിനാ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കമലയ്ക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കമല പറയുന്നുണ്ട്, അയാളുടെ ആട്ടും തുപ്പും കേട്ട് അയാളുടെ ആവിഹിത പുത്രി അവിടെ ഭരണം നടത്തുമ്പം അവിടെ താമസിക്കണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതൊക്കെ ശരിയാ, എന്നും പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ട പിള്ളേരെ, എല്ലാത്തിനും ഇപ്പം ഞാൻ തന്നെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്, അതിപ്പോൾ ഇത്ര വലിയ തെറ്റായി പോയെന്നൊക്കെ തന്നെ ചോദിക്കുക കമല. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അതെ രോഹിട്ടൻ പറഞ്ഞത് ശരിയാ, എല്ലാ പണികളും ആൻറ്റി എന്നെ കൊണ്ടാണല്ലോ ചെയ്യിക്കുന്നത്, ഇതിലും ഭേദം കടപ്പാട്ടൂർ വീട് തന്നെയായിരുന്നു നല്ലത്. അവിടെ ആകുമ്പം ഒരു പണിയും ചെയ്യേണ്ടായിരുന്നു, എല്ലാ പണിയും അവൾ തന്നെ ചെയ്യും, ഒരു ശല്യവും ഇല്ല, 3 നേരവും ഫുഡും ഉണ്ടാക്കി തരും, അടിച്ചുവാരലും പാത്രം കഴുകലും തുടക്കലും പിറക്കലും എല്ലാം അവൾ തന്നെ ചെയ്യുന്നത്, ഞങ്ങളെ ആരെയും സഹായത്തിന് വിളിക്കില്ല, അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് ഇപ്പം തോന്നിയാന്നൊക്കെ തന്നെ നമ്മുടെ ബബിത പറയുകയാണ്. അപ്പോഴേക്കും ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടോണ്ട് ശിവനും രാജീവനും അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പ്രശ്നം? കമല എന്തെങ്കിലും മോളോട് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഇല്ലെങ്കിലേ കമലാൻ്റെ ഞങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ആൻറ്റി ഞങ്ങളെ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യിക്കുക. ഇന്നലെ മുതൽ തുടങ്ങിയതാ ആൻറ്റിക്ക് വയ്യെന്നും പറഞ്ഞ് എല്ലാ പണിയും എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നത്. എന്നെ കൊണ്ട് ഈ മുറ്റം മുഴുവൻ തോപ്പിച്ചു, പോരാത്തതിന് കിച്ചണിൽ വരുന്ന പാത്രങ്ങളെല്ലാം എന്നെ കൊണ്ടാണ് കഴിക്കുന്നത്.
ഇന്നലെ രാത്രി ഞാൻ ഫുഡ് ഉണ്ടാക്കി, ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി. ഇപ്പം ദേ കുറേ അധികം ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കല്ലിൽ വാഷ് ചെയ്യാൻ പറഞ്ഞേക്കുവാ. എനിക്കിതൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കടപ്പാട്ടൂർ വീടല്ല, കൈതക്കൽ വീടാണ്, ഇവിടെ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ. എന്തോ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല അങ്കിളെ എന്ന് തന്നെ നമ്മുടെ രോഹിത്ത് പറയുകയാണ്. ആർക്കും ബുദ്ധിമുട്ടാവുന്നില്ല, ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ പൊക്കോളാം എന്നൊക്കെ രോഹിത്ത് പറയുമ്പോഴേക്കും ബബിതയും പറയുന്നുണ്ട്, അതേ അങ്കിളെ, ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പൊക്കോളാം, ഞങ്ങളെ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ട, ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പൊക്കോളാം, അവളുടെ ഭരണത്തിൽ കഴിയണമെന്നല്ലേ ഉള്ളൂ, സാരമില്ല, ഇതിലും ഭേദം അത് തന്നെയാന്നൊക്കെ തന്നെ ബബിതയും പറയുന്നുണ്ട്. അച്ഛനോട് മാപ്പ് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ അകത്ത് കയറിക്കോളാം, ഇതിലും ഭേദം എന്തായാലും അത് തന്നെയാണ് ബെറ്റർ, സ്വന്തം അച്ഛൻ തന്നെയല്ലേ, വേറെ ആരും അല്ലല്ലോ, അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ തന്നെ ബബിതയും രോഹിത്തും കൂടെ തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും ശിവശങ്കർ പറയുന്നുണ്ട്, അത് പിന്നെ മക്കളെ, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയാൽ നിങ്ങളുടെ അച്ഛൻ്റെ മുമ്പിൽ തോൽക്കാൻ പോകുന്നത് ഞാനാ. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, അതെന്തായാലും കുഴപ്പമില്ല അങ്കിളെ, അതിന് ഞങ്ങൾ അങ്കിളിനോട് സോറി പറയാം അങ്കിളെ, എന്തായാലും ഇനി ഇവിടെ ഞങ്ങൾക്ക് തുടർന്നു പോകാൻ സാധിക്കില്ല, ആൻറ്റിക്ക് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ആൻറ്റി ഇത്രയും ഹാർഷായിട്ട് ഞങ്ങളോട് പെരുമാറുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ചെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. നേരത്തെ അമ്മ പറഞ്ഞിട്ടും മുത്തശ്ശി പറഞ്ഞിട്ടും ഒക്കെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, എന്നാലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞങ്ങൾക്കൊരു സമാധാനം ആവുമല്ലോ എന്നോർത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്കിളെ എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ കമല ഉടനെ പറയുന്നുണ്ട്, കണ്ടോ ശിവേട്ടാ, ഇവർ പറയുന്നത് കേട്ടോ, ബാലചന്ദ്രന്റെ മക്കളല്ലേ, പിന്നെ ഇങ്ങനെ പറയാതിരിക്കും, ആ സമയത്ത് ഇവരെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മൾ നോക്കിയില്ലേ, അതിനെ തിരിച്ചടിയാണ് ഇപ്പം കിട്ടിയത്, കണ്ടില്ലേ അവർ പറയുന്നത്, ഈ വീട്ടിലെ പണികളെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവരോടൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ, അതിനാണോ ഞാൻ നിങ്ങളെ കൊണ്ട് പണി എടുപ്പിച്ചെന്നൊക്കെ നിങ്ങൾ പറയുന്നത് തന്നെ ചോദിക്കാം. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, കമലേ നീ മിണ്ടാതിരിക്കെ, ഞാനിവിടെ സംസാരിച്ചോളാം തന്നെ പറയുകയാണ്. അല്ല ശിവേട്ടാ, ഞാനിവരെ കൊണ്ട് പണിയെടുപ്പിച്ചെന്നല്ലേ ഇവർ പറയുന്നത്, അമ്മയുടെ സ്വഭാവം തന്നെ കാണിക്കുന്ന കണ്ടില്ല എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ശിവനും ദേഷ്യം വന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, കമലേ മിണ്ടാതിരിക്കുക, ഇനി നീ വാ തുറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് കമലയുടെ മോതിനിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. നീ ഒറ്റൊരുത്തി കാരണമാണ് ഞാനന്ന് ബാലചന്ദ്രന്റെ മുമ്പിൽ തല കുനിക്കാൻ പോകുന്നത്, ഈ പിള്ളേരെ അന്ന് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഇവരിനി അങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്, എന്നിട്ട് നിന്റെ സ്വഭാവം കാരണമല്ലേടി ഇപ്പം ഈ പിള്ളേരെ ഇവിടുന്ന് പിണങ്ങി പോകുന്നത്, അപ്പോൾ നീ തന്നെയാണ് ഇതിനൊക്കെ കാരണമെന്ന് ശിവൻ കമലയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ആ സമയത്ത് രാജീവ് രോഹിത്തിനോടും ബബിതയോടും ചോദിക്കുന്നുണ്ട്, മക്കളെ നിങ്ങളിപ്പോൾ പോണോ, അവിടുത്തെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ അവളുണ്ട്, അലീന അവിടെയുണ്ട്, അയാളും അവിടെയുണ്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല അങ്ങളെ, ഞങ്ങൾ അവിടെ പോയിക്കോളാം, അവൾ ആ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളും അവൾ ചെയ്തു തരാറുണ്ട്, അതുകൊണ്ട് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല, രണ്ടും കൽപ്പിച്ച് അവിടെ തന്നെ നിൽക്കാൻ ഞങ്ങൾ പോകുക എന്നൊക്കെ തന്നെ പറയുക. എന്തായാലും നിങ്ങൾ ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ പിന്തിരിപ്പിക്കുന്നില്ല എന്ന് രാജീവനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ എന്തായാലും കൊണ്ടാക്കാം, വീട്ടിലോട്ട് ഞാൻ കയറുന്നില്ല, ഗേറ്റ് വരെ കൊണ്ടുവിട്ടേച്ച് ഞാനിങ്ങനെ വരാൻ തന്നെ പറയുക. അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് രാജീവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് രാജീവൻ തിരിച്ചു പോവുകയാണ് കേട്ടോ. രണ്ടുപേർക്കും അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ നല്ല മടിയൊക്കെ ഉണ്ട്. രണ്ടുപേരും പതിയെ പതിയെ വാതിക്കലോട്ട് നടക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര മഴ കേട്ടോ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ, കാരണം ഇനി ഇങ്ങോട്ടേക്ക് ഇല്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയവരാണല്ലോ. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വീണ്ടും അവർ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. അങ്ങനെ വാതിൽക്കൽ വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ വാതിൽ തുറക്കുന്നത് കൃഷ്ണമോളാണ്. അല്ല, ഇത് ആരൊക്കെയാ? ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോയവരാണല്ലോ ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ് പോയവരൊക്കെ ഇപ്പം എന്താ തിരിച്ചു വന്നതിനൊക്കെ തന്നെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് കൃഷ്ണ. അപ്പോഴേക്കും രോഹിത്തിനും ഭവിക്കും ദേഷ്യമാണ് കേട്ടോ വരുന്നത്. മാറി നിൽക്കടി അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് രോഹിത് കൃഷ്ണനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ ബാലചന്ദ്രൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നിങ്ങൾ വന്നല്ലോ എന്നിങ്ങനെ തന്നെ ചോദിക്കാം. എന്തു പറ്റി നിങ്ങൾക്ക്? കമലാൻറ്റി നിങ്ങളെ നല്ലോണം അവിടെ സ്വീകരിച്ചോ? നിങ്ങൾക്ക് വേണ്ട ഫുഡുകളൊക്കെ നല്ലോണം ഉണ്ടാക്കി തന്നോ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കമലാൻറ്റി നോക്കിയോ എന്നൊക്കെ തന്നെ കളിയാക്കിക്കൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും രോഹിത്തും ബബിതയും കൂടെ ഒന്നിച്ച് പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛാ, ഇനി ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഞങ്ങളെടുത്ത തീരുമാനം തെറ്റായി പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ആ സമയത്ത് അങ്ങോട്ടേക്ക് അലീന വരുമ്പോഴേക്കും ബബിത ഒന്നും പറയുന്നില്ല കേട്ടോ, മിണ്ടാതെ തലമുനിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പറയൂ, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറ, ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് തന്നെ പറയുക. അപ്പോഴേക്കും ബബിത അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രന്റെ മുമ്പിൽ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് കൃഷ്ണയ്ക്കാണെങ്കിൽ ചിരി അടക്കാൻ വയ്യാതെ കൃഷ്ണ പൊട്ടിച്ചിരിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവരുടെ ശരിക്കുള്ള സ്വഭാവം? അവരൊക്കെ അത്രേ ഉള്ളൂ എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്വന്തം വീട് പോലെ ഒരിക്കലും മറ്റൊരു വീടാകില്ല. മറ്റുള്ളവരുടെ കുടുംബത്ത് കയറി കളിക്കാനാണ് അവരൊക്കെ നോക്കുന്നത്. രോഹിത്തിനാണെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ എല്ലാം കേട്ട് നാണം കേട്ട് തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിണങ്ങിപ്പോയ മക്കൾ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷം ബാലേന്ദ്രൻ്റെ മുഖത്തുണ്ടായിരുന്നു. എൻ്റെ മക്കൾ എന്തായാലും തിരിച്ചു വന്നതല്ലേ, ഇനി നിങ്ങളുടെ സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുകളിൽ അവരുടെ റൂമിലോട്ട് കയറി പോവുകയാണ്.
ആ പോകുന്ന സമയത്തും അലീനയോട് നമ്മുടെ രോഹിത്തിന് ഇപ്പോഴും ദേഷ്യം തന്നെയാണ് കേട്ടോ. സ്റ്റെയർ കയറി പോകുന്ന സമയത്ത് അലീനയെ തുറച്ച് നോക്കിക്കൊണ്ടാണ് രോഹിത്ത് പോകുന്നത്. അലീനയ്ക്ക് അവരോടുള്ള സ്നേഹം അവരിതുവരെ മനസ്സിലാക്കുന്നുമില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.